വിലക്കപ്പെട്ട പ്രണയം ഭാഗം 59. നല്ല വേദന എടുത്തത് കൊണ്ട് തന്നെ ആമി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഒരു ഗുളിക എടുത്ത് കഴിച്ചു. അത് കഴിച്ചു കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ആമി പിന്നീട് ഉണരുന്നത്. കണ്ണു തുറന്ന് വേഗം തന്നെ അവൾ കട്ടിലിൽ നിന്നിറങ്ങി മുഖമൊന്ന് കഴുകി. എല്ലാവരും ഗുരുവായൂർ പോയി തിരികെ എത്തിയിട്ടുണ്ടാകും എന്നാണ് അവൾ കരുതിയത്. വേഗം ഓടിപ്പോയി വാതിൽ തുറന്നു. പക്ഷേ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ഒരു നിമിഷത്തേക്ക് ആമി നിശ്ചലമായി നിന്നുപോയി. ഋഷിയില്ലേ? മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റിക്കൊണ്ട് വളരെ ഗൗരവത്തിലായിരുന്നു എബി അവളോട് അത് ചോദിച്ചത്. എക്സ്ക്യൂസ് മീ, ഐ എം ആസ്കിങ് ടു യു, ഋഷി ഇവിടെ ഇല്ലേന്ന്. അവൻ ചോദിച്ചതിന് ഒന്നും മിണ്ടാതെ അന്തം വിട്ടതുപോലെ നിൽക്കുന്ന ആമിയുടെ മുഖത്തിന് നേരെ വിരഞ്ഞൊടിച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. അതിൽ ആമി കണ്ണുകളൊന്ന് വെട്ടിച്ചുകൊണ്ട് അവനെ നോക്കി. ഋഷിയേട്ടനെ എല്ലാവരും കൂടി ഗുരുവായൂർക്ക് പോയിരിക്കുവാണ്. എപ്പോൾ വരും? വൈകിട്ടാവുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. ഇന്നോളം അവനോട് സംസാരിച്ചിരുന്നതിൽ നിന്ന് ഇത്തവണ അവന് നേരെ നിന്ന് സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിൽ പതർച്ച വന്നു. നേരിൽ നിന്ന് അവൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാത്തതുപോലെ ഒരവസ്ഥ. വരുമ്പോൾ അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. അത് പറഞ്ഞ് അവളോട് കൂടുതൽ സമയം സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ എബി തിരികെ ഇറങ്ങി. ആമിയാകെ ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു. അവനോടൊന്നും മിണ്ടാൻ കഴിയാത്തൊരു തരം അവസ്ഥ. അവൾ നോക്കി നിൽക്കെ അവളോട് യാത്ര പോലും പറയാതെ അവൻ്റെ കാറ് മുറ്റത്ത് നിന്ന് പൊടി പറത്തി പോകുന്നത് ആമി നിശ്ചലമായി നോക്കി നിന്നു. കൺമുന്നിൽ നിന്ന് അവൻ മറഞ്ഞതും ആമി വാതിലടച്ച് മുറിയിലേക്ക് ഓടി. കട്ടിലിലേക്ക് വീഴുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കട്ടിലിൽ അങ്ങനെ കിടന്ന് ഓരോന്ന് ആലോചിക്കും തോറും അവളുടെ കണ്ണുകൾ തോരാതെ പെയ്തു. ഫോണെടുത്ത് അവൾ അതിലേക്കൊന്ന് നോക്കി. വാട്സാപ്പിൽ പോലും അവൻ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. മുഖമൊന്ന് അമർത്തി തുടച്ച് അവൾ ബാഗിൽ നിന്ന് ഒരു കുഞ്ഞു ഫോട്ടോ എടുത്തു. ആരും അറിയാതെ അടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ കൊടുത്ത് ഫ്രെയിം ചെയ്യിച്ചെടുത്തതാണ്. അന്ന് കൊച്ചിയിൽ അവൻ്റെ കൂടെ പോയപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയപ്പോൾ അവൻ്റെ ഒപ്പം എടുത്ത ഫോട്ടോയാണ്. അത്രയും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ. ഇന്ന് വരെ ഒരുപാട് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ ഫോട്ടോ തനിക്ക് അത്രയും പ്രിയപ്പെട്ടതായി തോന്നി. അത് അത്രയും ആഗ്രഹത്തോടെ ഫ്രെയിം ചെയ്തു വെച്ചു. കൊച്ചിയിൽ പോയ സമയം അവനോട് തനിക്കുള്ളത് കേവലം വെറും ഒരു സൗഹൃദമല്ല എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അവനോട് തനിക്കുള്ളത് എന്ത് തരം ഫീലിങ്സ് ആണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് തനിക്ക് തന്നെ അത് മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു. യെസ്, എബിൻ എബ്രഹാം എന്ന വലിയ മനുഷ്യനെ താൻ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ താൻ അവനിൽ നിന്ന് സ്വയം അകലാൻ ഒരുപാട് നോക്കിയിരുന്നു. ഇടയ്ക്ക് അവനെ ഒളിഞ്ഞു നിന്ന് നോക്കുന്ന ശീലങ്ങളും അവൻ്റെ ശ്രദ്ധ കിട്ടാൻ എന്ന വണ്ണം അവൻ്റെ മുന്നിലൂടെ നടക്കുന്നതൊക്കെ താൻ ആലോചിച്ചു. എറണാകുളത്ത് അവൻ്റെ കൂടെ നിന്ന 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ എബി എന്ന സുഹൃത്തിൽ നിന്ന് തൻ്റെ മനസ്സിൽ അവൻ്റെ സ്ഥാനം അതല്ലെന്ന് മനസ്സിലാക്കിയ സമയം, അവിടെ എത്തിയപ്പോൾ മുതലുള്ള അവൻ്റെ പെരുമാറ്റങ്ങൾ, അവൻ്റെ കെയറിങ്, അവൻ തനിക്കായി ചെയ്തു തന്ന ഓരോ കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ ഒരു നിമിഷം അവനോട് ആരാധന തോന്നിപ്പോയി. പിന്നീട് അത് പതിയെ പ്രണയമായി മാറി. അല്ല, മുന്നേ തന്നെ അവനോട് തനിക്ക് പ്രണയമായിരുന്നു. പക്ഷേ അന്നേരമാണ് അത് തിരിച്ചറിഞ്ഞത് എന്ന് മാത്രം. പക്ഷേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, അവനെ പ്രണയിക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും തനിക്കില്ല. ഓരോന്നോർത്തെടുത്തപ്പോൾ താൻ അവനെ പ്രണയിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലായി. തനിക്കതിനുള്ള യോഗ്യതയില്ല. അവൻ തന്നിലും ഒരുപാട് ഉയരത്തിലാണ്. അങ്ങനെയായപ്പോൾ പതിയെയാണെങ്കിലും അവനിൽ നിന്ന് അകലാൻ ശ്രമിക്കണം എന്നും മനസ്സിൽ കരുതി. ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം അവനെ അറിയിക്കരുതെന്നും. തനിക്ക് അവനോട് ഇങ്ങനെയൊരു ഇഷ്ടമുണ്ട് എന്ന കാര്യം ഒരിക്കലും അവൻ അറിയരുത്. ഒരു നോട്ടം കൊണ്ട് പോലും അവനെ അത് അറിയിക്കരുത് എന്ന് തന്നെ താൻ മനസ്സിൽ തീരുമാനമെടുത്തു. അങ്ങനെ ഓർത്തപ്പോൾ അവനിൽ നിന്ന് അകലണമെന്ന് മനസ്സിൽ തീരുമാനിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവനിൽ നിന്ന് അകലുക എന്നത് തന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പതിയെ പതിയെ അവനിൽ നിന്ന് അകലണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചിരുന്ന സമയത്താണ് കൃത്യമായിട്ട് ലതാമ്മയും ഋഷിയേട്ടനെയും ഒക്കെ വരുന്നത്. ആ സമയത്ത് അവരുടെ കൂടെ പോരാൻ തനിക്ക് പാതി സമ്മതം മാത്രമായിരുന്നു. എങ്കിലും ഇനി അവിടെ അങ്ങനെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് കൂടുതലും അവർ വിളിച്ചപ്പോൾ തന്നെ പോകുന്നത്. അതിനിടയ്ക്ക് ഫോൺ എടുക്കാൻ മറന്നുപോയി. അവിടെ പോയപ്പോൾ ഒരു തവണയെങ്കിലും അവനെ ഒന്ന് കാണാൻ മനസ്സ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വേണ്ടെന്ന് ബുദ്ധി പറഞ്ഞു. ഇനി അവനെ മേലിൽ വിളിക്കരുതെന്നും അവനെ കാണാൻ ശ്രമിക്കരുതെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് അവനെ ഫോൺ വിളിക്കാതെയും മെസ്സേജ് അയക്കാതെയും ഒരിക്കലും അവൻ്റെ മുന്നിൽ നിന്ന് പെടാതെയും ഒക്കെ സൂക്ഷിച്ച് കഴിഞ്ഞിരുന്നത്. പലപ്പോഴും മുത്തശ്ശിയെയും എബിയെയും ഒക്കെ കാണാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ വേണ്ടെന്ന് തന്നെ വെച്ചു. തൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എബി തൻ്റെ ആദ്യ പ്രണയമാണ്. ഒരിക്കലും അവനെ തൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനാവില്ലെന്നറിയാം. പക്ഷേ കേവലം ഒരു 2ാം വിവാഹക്കാരിയായി തനിക്ക് അവനെ മോഹിക്കാനുള്ള യോഗ്യതയില്ല. തന്നിലും 1000 മടങ്ങ് നല്ലൊരു പെൺകുട്ടിയെ അവന് ലഭിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള അപകർഷതാബോധങ്ങൾ. ഇന്നിപ്പോൾ 1 മാസമായിരിക്കുന്നു അവനോട് സംസാരിച്ചിട്ട്. പക്ഷേ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. അവന് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമായിരുന്നു.
ഇടയിൽ ഒരു ദിവസം ഋഷിയേട്ടൻ ചോദിച്ചപ്പോഴും താൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞൊഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെയൊരു വരവ് അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണേണ്ടി വരും എന്ന് കരുതിയിരുന്നു. പക്ഷേ അതിത്ര വേഗമാവുമെന്ന് കരുതിയില്ല. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. പോരാത്തതിന് ഇന്നവൻ തന്നെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ താനെന്നൊരാളെ പരിചയം പോലും ഇല്ലാത്ത ഭാവത്തിൽ പോയതും അവളെ തെല്ലൊന്ന് നോവിച്ചു. എങ്കിലും ഇപ്പോൾ ഇതാണ് നല്ലത് എന്ന് തന്നെ അവൾ കരുതി. അവൻ അങ്ങനെ പറഞ്ഞു പോയ സ്ഥിതിക്ക് എന്തായാലും വൈകുന്നേരം ഋഷിയേട്ടനൊക്കെ വന്നു കഴിയുമ്പോൾ മിക്കവാറും എബി തിരികെ വരാനും സാധ്യതയുണ്ട്. ഇനി വരുമ്പോൾ പതറാതെ അവന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തക്കവണ്ണം ആമി മനസ്സിനെ ഒരുക്കി. അങ്ങനെ തന്നെ കിടന്ന് ആമി വീണ്ടും ഉറങ്ങിപ്പോയിരുന്നു. വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ആമി പിന്നെ ഉണരുന്നത്. കരഞ്ഞുറങ്ങിയത് കൊണ്ട് തന്നെ മുഖമാകെ വീങ്ങിയിരിക്കുകയാണ്. കണ്ണും കവിളും ഒക്കെ ചുവന്നിരിക്കുകയാണ്. വേഗത്തിലൊന്ന് മുഖം കഴുകിയതിനു ശേഷമാണ് അവൾ വാതിൽ തുറക്കാനായി പോയത്. വീണ്ടും എബിയാണോ വന്നിരിക്കുന്നത് എന്ന് സംശയിച്ചാണ് ആമി വാതിൽ തുറക്കാൻ പോയത്. പക്ഷേ അവനെ പ്രതീക്ഷിച്ചു പോയപ്പോൾ വന്നത് ഗുരുവായൂർ പോയ ആളുകളാണെന്ന് മാത്രം. നീ ഉറക്കമായിരുന്നോ? അവളുടെ മുഖം കണ്ടതും ഋഷി അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് ചോദിച്ചു. ആമി അതേന്ന് പറഞ്ഞുകൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ചു. നല്ലുറക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നല്ലോ ആമി മോളെ. മുഖം ആകെ വീർത്തിരിക്കുന്നു. ലതാമ്മ അവളുടെ മുഖത്തൂടെ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. അതിന് ആമി മങ്ങിയ ഒരു പുഞ്ചിരി കൊടുത്തു. അവരെല്ലാം യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ ആമി കൊടുത്തു. ഋഷിയേട്ടാ, അത് പിന്നെ എബിൻ സാറ് ഏട്ടനെ അന്വേഷിച്ച് വന്നിരുന്നു ഇന്നിവിടെ. ആര്? നമ്മുടെ എബിനോ? അവൾ എബിൻ സാർ എന്നൊക്കെ എടുത്തു പറയുന്നത് കേട്ടപ്പോൾ ഋഷി സംശയത്തോടെയാണ് അവളോടത് ചോദിച്ചത്. അതിന് ആമി അതേ എന്ന രീതിയിൽ തലയാട്ടി. നീ ഇപ്പോഴും അവനെ സാറെന്നൊക്കെയാണോ വിളിക്കുന്നത്? അത് പിന്നെ അവിടെ ചെന്നപ്പോൾ മുതൽ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. പിന്നെ അത് മാറ്റാൻ നോക്കിയിട്ടില്ല. ആമി പറഞ്ഞതും ഋഷി അവളെ കളിയാക്കുന്ന രീതിയിലൊന്ന് ചിരിച്ചു. ആമി അപ്പോഴും നേരത്തെ ഒരു പുഞ്ചിരി മാത്രമാണ് ചെയ്തത്. അവൻ എന്തിനാ വന്നതെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല, ഇവിടെ അധികം നേരമൊന്നും നിന്നില്ല. എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് വേഗം പോവാണ് ചെയ്തത്. എന്നെ അവൻ വിളിച്ചിരുന്നില്ലല്ലോ. നിന്നോടൊന്നും പറഞ്ഞില്ലേ അവൻ വരുന്ന കാര്യം? ഋഷി സംശയത്തോടെ ചോദിച്ചതും ഒരു നിമിഷം ആമി ഉത്തരവില്ലാതെ നിന്നുപോയി. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഒന്ന് താഴ്ന്നു പോയി. കുറച്ചു സമയം അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വയറുവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആമി തിരികെ മുറിയിലേക്ക് പോയി. രാത്രി ഭക്ഷണം കഴിക്കാനെടുത്തപ്പോഴും അവൾക്ക് വേണ്ടെന്ന് തന്നെ പറഞ്ഞു. ഒന്നാമത്തെ ശരീരമാകെ വേദന എടുക്കുന്നുണ്ട്. അതുകൂടാതെ മനസ്സിനും ഒരു സുഖം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് തന്നെ അവൾ പറഞ്ഞു. എല്ലാവരും ഒത്തിരി നിർബന്ധിച്ചിട്ടും അവൾ വേണ്ടെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് ആശ്വാസം തോന്നിയിരുന്നു. തളർച്ചയോടെ കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും അല്പം വൈകിപ്പോയിരുന്നു. അതുകൊണ്ട് ലതാമ്മയും ശ്രുതിയും ചേർന്ന് രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഋഷിയേട്ടൻ പോയോ? ഇല്ല, ഇന്ന് എബിൻ ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. അവനിവിടെ എവിടെയോ അടുത്തൊരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് വാങ്ങുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നെ ഋഷി അവൻ്റെ കൂടെ നിൽക്കാമെന്ന് കരുതി. പെട്ടെന്ന് എബിയുടെ പേര് കേട്ടപ്പോൾ തന്നെ ആമിയുടെ നെഞ്ചിൽ നിന്ന് ഒരാളലുണ്ടായി. ഇന്നലെ അവനെ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടു. ഇനിയിപ്പോൾ അവൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുമെന്നറിയാം. എങ്കിലും മനസ്സിങ്ങനെ ചാടി കുതിക്കുകയാണ്. അതിനെ ഒന്ന് വരുതിയിലാക്കി നിർത്താൻ ആമി നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു. ഒരുതരം മരവിച്ച മനസ്സോടെയായിരുന്നു അവൾ അവിടെ നിന്നത്. രാവിലെ തന്നെ അവൻ വരുമെന്നാണ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് അവനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു അവളുടെ ഉള്ളിൽ. മാത്രമല്ല അവൻ വരുമ്പോൾ അവനെ കാണണം, അങ്ങനെ ഒത്തിരി ചിന്തകൾ. ആ സമയങ്ങളിലൊന്നും അവനിൽ നിന്ന് അകലാൻ താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലായിരുന്നു. അതിനേക്കാൾ ഉപരി ഒരു പ്രണയിനിയുടേതെന്നതുപോലെ അവളുടെ ഹൃദയം അവനെ കാണുന്നതിന് വേണ്ടി തുടിക്കുകയായിരുന്നു. ഒരുപാട് സമയം അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ബുക്കൊക്കെ എടുത്ത് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീടിന് മുന്നിൽ വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം ആമി കേൾക്കുന്നത്. എബി ആയിരിക്കും വന്നിട്ടുണ്ടാകുക എന്നവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് കേൾക്കുന്നത് അവൻ്റെ ശബ്ദമല്ല എന്നും തോന്നി. ഒന്നും അറിയാത്തതുപോലെ ആമി വരാന്ത വരെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും പെട്ടെന്ന് ആമിയുടെ കണ്ണുകൾ ഒന്ന് ആശ്ചര്യത്തോടെ വിടർന്നു. പവിയേട്ടാ എന്ന് പറഞ്ഞ് അവൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ഓടി അവൻ്റെ അടുത്തേക്ക് എത്തി നിന്നു. എപ്പോ വന്നു? അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ആമി ആവേശത്തോടെ ചോദിച്ചു. ഞാൻ ഇന്നലെ രാവിലെ എത്തിയതാണ്. 2 മാസമായിട്ട് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരാഴ്ച ലീവാക്കി ഇങ്ങോട്ട് പോന്നു. അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പവൻ പറഞ്ഞതും ആമി അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്താ ഇന്നലെ തന്നെ ഇങ്ങോട്ട് വരാതിരുന്നത്? ഋഷി പറഞ്ഞു ഇന്നലെ നിങ്ങൾ എല്ലാവരും കൂടി ഗുരുവായൂർ പോവായിരുന്നു എന്ന്. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരാതിരുന്നത്. അവൻ പറഞ്ഞതും ആമി അത് സമ്മതിക്കുന്നത് പോലെ തലയാട്ടിക്കൊണ്ട് അവനുമായിട്ട് അകത്തേക്ക് കയറിയിരുന്നു. എബി എപ്പോഴാണ് വരിക?
കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങനെ സംസാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പവൻ അവളോട് അങ്ങനെ ചോദിച്ചത്. പെട്ടെന്ന് എബിയുടെ പേര് കേട്ടപ്പോൾ ആമി ഒന്ന് സംശയത്തോടെ അവനെ നോക്കി. ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, എബിൻ എപ്പോൾ വരുംന്ന്? ആമി ഒന്നും പറയാതെ ഞെട്ടിയതുപോലെ ഇരിക്കുന്നത് കണ്ടതും പവൻ വീണ്ടും ചോദ്യം അവളോട് ആവർത്തിച്ചു. എബിൻ കുറച്ച് സമയം കഴിയുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. അവൻ അവിടെ ഫ്ലാറ്റിലിരുന്ന് എന്തോ വർക്ക് ചെയ്യാനുണ്ടെന്ന്. അത് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആമി ഒന്നും പറയാതിരുന്ന സമയം കൊണ്ട് തന്നെ ഋഷി പവനോട് സംസാരിച്ചിരുന്നു. ആണോ? അന്ന് ആളിവിടെ വന്നൊരു സ്ഥലമൊക്കെ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ അത് വാങ്ങുന്നതിനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിലൊന്ന് വരണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വന്നതാണ് ഞാൻ, പവൻ പറഞ്ഞു. പിന്നീട് ഋഷിയും പവനും ചേർന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതിലേക്ക് തിരിഞ്ഞു. പവന് കുടിക്കാനുള്ള ജ്യൂസ് എടുക്കുന്നതിനായി ആമി അടുക്കളയിലേക്ക് നടന്നു. അതിനുശേഷം പവനും ഋഷിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ആമി കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാൻ നിൽക്കാതെ ആമി ലതാമ്മയെയും ശ്രുതിയെയും ഒക്കെ സഹായിച്ച് അടുക്കളയിൽ കൂടി. പിന്നീട് കുഞ്ഞ് കരയുന്നത് കേട്ടപ്പോൾ ആമി പോയി കുഞ്ഞിനെ എടുത്ത് തൊടിയിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ വീടിൻ്റെ മുറ്റത്തോ തൊടിയിലൂടെ നടക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് എബിയുടെ കാറ് മുറ്റത്തേക്ക് ആർത്തിരമ്പി വരുന്നത് ആമി ശ്രദ്ധിച്ചത്. എത്രയൊക്കെ അങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞ് കണ്ണുകളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ കാറിനുള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് അവൻ ഇറങ്ങുന്നതും താൻ നിൽക്കുന്ന വശത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുഖത്ത് വെച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റിക്കൊണ്ട് വീട്ടിലേക്ക് കയറി പോകുന്നതും ആമി ഇടം കണ്ണാലെ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിനൊരു സങ്കടം. എങ്കിലും അത് സാരമില്ലെന്ന് തന്നെ കരുതി അവൾ കുഞ്ഞിനെയും കൊണ്ടവിടെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ തോളിൽ കിടന്ന് കുഞ്ഞുറങ്ങിപ്പോയിരുന്നു. എങ്കിലും അകത്തേക്ക് കയറി അവനെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു വാശിയുണ്ടായിരുന്നത് കൊണ്ട് അവൾ പുറത്തു തന്നെ നടക്കുകയായിരുന്നു. ആമി, അകത്തേക്ക് വാ, എബിൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ നീ? കുറച്ചു സമയം കഴിഞ്ഞതും ശ്രുതി വന്ന് അവളെ വിളിച്ചു. അത് പിന്നെ ചേച്ചി, കുഞ്ഞ് കരയുമായിരുന്നു, അതുകൊണ്ട് ഇതിലൂടെ നടക്കാമെന്ന് കരുതി. കുഞ്ഞ് കരഞ്ഞോ? കുഞ്ഞ് താ തോളിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞല്ലോ, പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശ്രുതി വന്ന് അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ചു. അകത്തേക്ക് കയറി അവരോടൊക്കെ സംസാരിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കുവാണോ വേണ്ടത്? അത് പറഞ്ഞ് ശ്രുതി അവളെയും കൊണ്ട് അകത്തേക്ക് കയറി. അകത്ത് പവനും ഋഷിയും ഒക്കെ എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ ഇടയിലേക്കായിരുന്നു ശ്രുതി ആമിയെയും കൂട്ടിച്ചെന്നത്. പെട്ടെന്ന് എല്ലാവരെയും കണ്ടപ്പോൾ ആമി ഒന്ന് പതറി. എങ്കിലും അവൾ എല്ലാവരെയും നോക്കി വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു. കൂട്ടത്തിൽ ഗൗരവത്തോടെ തന്നെ നോക്കുക പോലും ചെയ്യാതെ ഇരിക്കുന്ന എബിയെ നോക്കിയും. ആമി വന്ന അടുത്ത നിമിഷം തന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് എബി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പവനും ഋഷിയും കൂടി എന്തൊക്കെയോ ഇരുന്ന് സംസാരിക്കുവാണ്. പിന്നെ ആമി അവിടെ നിൽക്കാതെ വേഗം തന്നെ രക്ഷപ്പെട്ടതുപോലെ അകത്തേക്ക് നടന്നു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങാതെ ആമി അടുക്കളയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമായിരുന്നു. എബിയെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടൊക്കെ വിടുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടവിഭവങ്ങളെല്ലാം ചേർന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കേമമാക്കാനുള്ള ഒരുക്കങ്ങളിലേക്കുള്ള തിരക്കിലായിരുന്നു എല്ലാവരും. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.